നായർ ഈഴവരുടെ സഖ്യത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാനാകില്ലെന്ന് എംഇഎസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. അസാമിലേത് വർഗീയ ലഹളയല്ല, വംശീയ കലാപമാണെന്നും ഫസൽ ഗഫൂർ. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരു കഴിക്കാൻ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം കൂടുതൽ സങ്കീർണതയിലേക്ക്. നടപ്പിലാക്കിയ പരിഷ്കരണം പൂർണ്ണമായും പൊളിച്ചെഴുതാൻ നഗരസഭ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി ഈ മാസം 12-ന് കേരള കലാമണ്ഡലത്തിൽ എത്തുന്നു. ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. ഗ്രാമപഞ്ചായത്ത് സ്ഥലം നൽകിയിട്ടും പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ നന്മ സ്റ്റോർ ആരംഭിച്ചില്ല. നന്മ സ്റ്റോറിലേക്ക് കൊണ്ടുവന്ന നിത്യോപയോഗ സാധനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ബാലകൃഷ്ണന് മികച്ച അധ്യാപകനുള്ള അവാർഡ്. വാർത്തകൾ വിശദമായി. നായർ ഈഴവ സഖ്യത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും വരുത്താൻ കഴിയില്ലെന്ന് എംഇഎസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. എസ്എൻഡിപി NSS സഖ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സഖ്യത്തിന് തെരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മിന്റെ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും യുഡിഎഫിനെ സ്നേഹസമ്മർദ്ദത്തിൽ ആക്കുമെന്നും ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഫസൽ ഗഫൂർ. നായർ ഈഴവ സഖ്യത്തിന് കേരളത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്നും സിപിഎമ്മിന്റെ വോട്ട് ബാങ്കിനെ ഈ സഖ്യം ബാധിക്കില്ലെന്നും എംഇഎസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. NSS SNDP കൂട്ടുകെട്ട് യുഡിഎഫിനെ കൂടുതൽ സ്നേഹസമ്മർദ്ദത്തിലാക്കും. സ്നേഹസമ്മർദ്ദത്തിലാവുന്ന യുഡിഎഫ് തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വിലപേശലിന് മുതിരുമെന്നും ഫസൽ ഗഫൂർ ആരോപിച്ചു. നമുക്ക് എതിർപ്പില്ല. മതപരമായിട്ടാണെങ്കിൽ അതിനായിട്ട് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം വെരി ഗുഡ്. അതിന് ഈവൻ സംവരണ പ്രശ്നങ്ങളുടെ ഒത്തുതീർപ്പ് വെരി ഗുഡ്. ഒത്തുതീർപ്പുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അത്ര കഴിവെടുത്ത സ്വഭാവം. പക്ഷെ രാഷ്ട്രീയമായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മറ്റേ സിപിഎമ്മിന്റെ ഹൈന്ദവ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും ഒരു ഡെന്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആകെ ഇതിലുണ്ടാവാൻ പോകുന്നത് ഒരു ബാർഗെയിനിങ് പവർ UDFന്റെ ഉള്ളിൽ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. അതായത് UDFന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ബാർഗെയിനിങ് പവർ. അതായത് മുമ്പ് NSS മാത്രമായിരുന്നു ബാർഗെയിൻ ചെയ്തിരുന്നത്. ഇപ്പൊ NSS SNDP കൂടെ നിന്നുകൊണ്ട് കൂട്ട ബാർഗെയിനിങ് നടത്തും. ഇവരിപ്പുറത്ത് കൂട്ട ബാർഗെയിനിങ് നടത്തുമ്പോൾ അപ്പുറത്ത് സഭ ബാർഗെയിൻ ചെയ്യും, ഇപ്പുറത്തെ മുസ്ലിം ലീഗും ബാർഗെയിൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഒരു ലേലംപള്ളിയുടെ ഭാഗം ആയിട്ട് കൂട്ടിയാൽ മതി. അപ്പുറത്തൊന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പാർട്ടികളുടെ പാരമ്പര്യ വോട്ടുകളിലും NSS SNDP സഖ്യത്തിന് കൂടുതൽ സ്വാധീനിക്കാനാവില്ല. സ്വാശ്രയ വിഷയങ്ങളിലുള്ള നീക്കുപോക്കിൽ നിന്നും NSSഉം SNDPയും പിന്തിരിഞ്ഞാലും തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഫസൽ ഗഫൂർ പറഞ്ഞു. പാർലമെന്ററി ഉദ്യോഗസ്ഥ തലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം എക്കാലത്തും ലഭിച്ചിട്ടില്ലെന്ന് ഉദാഹരണങ്ങൾ നിരത്തി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 5ാം മന്ത്രിയുടെ അവകാശവാദവും ഇതിനെതിരെ ഉയർന്ന വിവാദവും അനാവശ്യമായിരുന്നുവെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. അസമിൽ വർഗീയ ലഹളയല്ല, വംശീയ കലാപമാണെന്ന് എംഇഎസ് സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. അസം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഫസൽ ഗഫൂർ. അസാമിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വൈദ്യസഹായം എത്തിക്കാൻ എംഇഎസ് മെഡിക്കൽ സംഘം പുറപ്പെട്ടതായും ഫസൽ ഗഫൂർ അറിയിച്ചു. അസമിലെ കലാപം വംശീയ കലാപമാണെന്നും അതിനെ വർഗീയ കലാപമായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. അസം സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അസാമിലെ പ്രശ്നങ്ങൾ. ഈ സാഹചര്യത്തിൽ അസം പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെടണമെന്നും ഫസൽ ഗഫൂർ ആവശ്യപ്പെട്ടു. അസമിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വൈദ്യസഹായം എത്തിക്കാൻ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് സംഘം പുറപ്പെട്ടതായി ഫസൽ ഗഫൂർ അറിയിച്ചു. 4 ഡോക്ടർമാരും പാരാമെഡിക്കൽ വിഭാഗവും അടങ്ങുന്നതാണ് സംഘം. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ കോളേജ് ഡയറക്ടർമാരായ CV ജമാലുദ്ദീൻ, A മുഹമ്മദ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുജീബ് റഹ്മാൻ, MES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് PP മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. ആസാം ഗവൺമെന്റ് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്ന മട്ടാണ് കാണുന്നത് സെൻട്രൽ ഗവൺമെന്റ്. അത് ശരിയല്ല. ആസാം ഗവൺമെന്റിനുള്ള പ്രോബ്ലം ഉള്ളത് അവർ ബോഡോസ് അലൈൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്. ബോഡോസ് ഇതിന്റെ ഭാഗമാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ബോഡോകൾ ഈ ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ടാണ് അവർക്ക് 1/3 ടെറിട്ടറി ആസാമിന് കൊടുത്തുകൊണ്ട് ഒരു ഉടമ്പടി ഉണ്ടായി. അപ്പോ ആസാം ഗവൺമെന്റിൽ നിന്ന് എത്ര ന്യായം കിട്ടും എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടറിയാം. അപ്പൊ ആ നിലക്ക് സെൻട്രൽ ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടണം. അപ്പോൾ ഇതിനെ ഒരിക്കലും ഒരു വർഗീയ ലഹളയായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിനെ നമ്മൾ MES ഞങ്ങളതിന് വംശീയ ലഹളയായിട്ട് മാത്രമേ കാണുന്നു. പക്ഷെ വംശീയ ലഹളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വംശീയ ലഹള പറഞ്ഞാൽ ആൾക്ക് നേരെ തിരിച്ചവരുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം. ലഹള വിചാരിച്ചു ഇവിടെ വീടില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ വാക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്ക് എത്നിക് ക്ലെൻസിംഗ് എന്നാണ്.
അതായത് ഒരു വംശത്വം തന്നെ ഉന്മൂലനാശം ചെയ്യുക, ഒരു ഏരിയയിൽ നിന്ന് അവരങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ആ തരത്തിലുള്ള സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റ് പൊളിറ്റിക്സിലോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത പരിഷ്കരണം വീണ്ടും മാറ്റാൻ ആലോചിക്കുന്നു. ഇപ്പോഴുള്ള പരിഷ്കരണം പൂർണ്ണമായും പൊളിച്ചെഴുതാനാണ് നഗരസഭ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇക്കാര്യം വ്യാഴാഴ്ച ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയെ നഗരസഭ അറിയിക്കും. നിലവിൽ ബസ്സുകളെ ഒഴിവാക്കി നടപ്പാക്കുന്ന പരിഷ്കരണത്തിൽ മാറ്റം വരുത്താനാണ് നഗരസഭയുടെ നിർദ്ദേശം. വൺ വേ സംവിധാനം പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാനും ലക്ഷ്യമുണ്ട്. പാലക്കാട് നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം TB റോഡ് വഴി സെൻഗുപ്ത റോഡിലൂടെ ബസ് സ്റ്റാൻഡിലെത്തണം. ഇപ്പോഴത്തെ ട്രാഫിക് പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് തീരെ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ആ പരിഷ്കാരത്തിന് നഗരസഭ യോജിക്കുന്നില്ല. നഗരസഭ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒറ്റപ്പാലത്തുനിന്ന് വാഹനങ്ങൾ പോകുന്നത് ഇപ്പോഴുള്ള സംവിധാനത്തിന് പോവുകയും തിരിച്ച് പാലക്കാട് നിന്ന് വരുന്ന വാഹനങ്ങൾ TB റോഡ് വഴി സെൻഗുപ്ത റോഡ് കൂടെ ഇറങ്ങി ടൗണിലേക്ക് വരേണ്ടതാണ്. ചെർപ്പശ്ശേരിക്ക് പോകുന്ന വാഹനങ്ങളും ചെർപ്പശ്ശേരി വരുന്ന വാഹനങ്ങൾ സെൻഗുപ്ത റോഡ് വഴി തിരിച്ച് ടൗണിലേക്ക് വരേണ്ടതാണ്. ഈ ഒരു സംവിധാനമാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ച അഭിപ്രായത്തിന് കൂടുതൽ ശക്തിയെന്ന അഭിപ്രായം. ഈ 2 റോഡുകളും പൂർണ്ണമായും വൺ വേ ആക്കാനാണ് നിർദ്ദേശം. കൂടാതെ RS റോഡിൽ BMUP സ്കൂളിന് മുമ്പിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് മാത്രമേ അനുമതി നൽകൂ. സംസ്ഥാന പാതയിൽ ബസ് സ്റ്റാൻഡ് മുതൽ RS റോഡ് ജംഗ്ഷൻ വരെയും ബീവറേജിന് എതിർവശത്ത് സുന്ദരയ്യ റോഡ് വരെയും അതിനുശേഷം ജീപ്പ് സ്റ്റാൻഡിനും അനുമതി നൽകും. ടൗണിൽ ഇരുവശത്തുമുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇതോടെ ഇല്ലാതാകും. TB റോഡിലും ഒരു വശത്ത് മാത്രമേ ഓട്ടോ പാർക്കിംഗ് അനുവദിക്കൂ. ഇവിടെയുള്ള ഗൂഡ്സ് ഓട്ടോറിക്ഷകൾ NSKPTക്ക് മുമ്പിലേക്ക് മാറ്റാനും നിർദ്ദേശിക്കും. പാലക്കാട് റോഡിൽ ജില്ലാ ബാങ്കിന് മുമ്പിലെ ഓട്ടോ സ്റ്റാൻഡ് മാറ്റും. മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിലുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കും. മേലെ പെട്രോൾ പമ്പിന് മുമ്പിലെ ബസ് സ്റ്റോപ്പ് മാറ്റി ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിലേക്കാകും. പാർക്കിംഗ്, നോ പാർക്കിംഗ് ഏരിയകൾ നിർദ്ദേശിച്ച് അടയാളപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ഇത്തരം പരിഷ്കരണം ഒരു പരിധിവരെയുള്ള ഗതാഗത തടസ്സം മാറ്റാൻ പര്യാപ്തമാകും എന്ന് തന്നെയാണ് വിദഗ്ധ അഭിപ്രായം. ഒറ്റപ്പാലത്ത് പോലീസ് ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണം ഇപ്പോൾ തോന്നിയ പോലെ TB റോഡിൽ നിന്നും RS റോഡിൽ നിന്നും വലതുവശത്തേക്ക് വാഹനങ്ങൾ തിരിയുന്നത് പോലീസ് നിരോധിച്ചിരുന്നുവെങ്കിലും ഈ തീരുമാനങ്ങളൊന്നും നടപ്പിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. TB റോഡിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് നേരിട്ട് ടൗണിലേക്ക് പ്രവേശിക്കരുത്, RS റോഡിൽ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞ് പോകരുത് എന്നെല്ലാമുള്ള കർശന നിയന്ത്രണത്തിലാണ് ഇപ്പോൾ വെള്ളം ചേർക്കുന്നത്. അതേസമയം ഷൊർണൂർ റോഡിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം സെൻഗുപ്ത റോഡ് വഴി മാത്രമാക്കുകയും ചെയ്യുന്നു. പലപ്പോഴും റോഡ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ പോലും ഷൊർണൂർ റോഡിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളെ പോലും അടുത്തുള്ള സ്ഥലത്തേക്ക് പോലും കടത്തിവിടാറില്ല. എന്നാൽ TB റോഡിലെ കഥ നേരെ മറിച്ചാവുകയും ചെയ്യുന്നു. ചില സമയങ്ങളിൽ വലതുവശത്തേക്ക് തിരിഞ്ഞ് ടൗണിൽ എത്താനും RS റോഡിൽ നിന്ന് നേരിട്ട് ടൗണിലേക്ക് പ്രവേശിക്കാനും ഇളവ് നൽകുന്നു. ഇത് പലപ്പോഴും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അടുത്ത ദിവസം നടക്കുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടും എന്നുറപ്പാണ്. പോലീസ് പലപ്പോഴും നടപ്പാക്കുന്ന കാര്യങ്ങളിൽ കൃത്യത നൽകാറില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. ഷൊർണൂർ റോഡിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കാമെന്ന CI അറിയിച്ചിരുന്നുവെങ്കിലും ഇത് നടപ്പായില്ല. മാത്രമല്ല ഇത് പല തർക്കങ്ങൾക്കും കാരണമാകാറുണ്ട്. പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പരിഷ്കരണം വലിയ രീതിയിൽ ജനങ്ങളെ വലയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രധാനമന്ത്രി കേരള കലാമണ്ഡലത്തിൽ എത്തുന്നു. സെപ്റ്റംബർ 12 ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനത്തിലാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ വരുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും 8 കോടിയോളം രൂപ ചിലവഴിച്ചാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയം നിർമ്മിക്കുന്നത്. ഇതിന്റെ ശിലാസ്ഥാപനത്തിനാണ് സെപ്റ്റംബർ 12 പ്രധാനമന്ത്രി എത്തുന്നത്. വൈകുന്നേരം 4 ചടങ്ങ് ആരംഭിക്കുന്നത്. കേരള ഗവർണർ ഭരദ്വാജ് അധ്യക്ഷനാവും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മറ്റ് നിയമസഭാ മന്ത്രിമാരും MP MLA മാരും ചടങ്ങിൽ പങ്കെടുക്കും. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി കേരള കലാമണ്ഡലത്തിൽ എത്തുന്നതെന്ന് വൈസ് ചാൻസലർ PN സുരേഷ് പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സെപ്റ്റംബർ മാസം 12-ാം തീയതി 4 മണിക്ക് കേരള കലാമണ്ഡലത്തിൽ എത്തിച്ചേരും. കേരള കലാമണ്ഡലത്തിന്റെ വളരെ നിർണായകമായ ഒരു പദ്ധതിക്ക് ശിലാസ്ഥാപനം നടത്തുന്നതിനാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയം ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ആദ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയം ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും നമ്മുടെ കലാരൂപങ്ങളെക്കുറിച്ച് സാമാന്യമായ നല്ല വിവരം നൽകുന്ന തരത്തിലാണ് ഇത് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 40,000 ചതുരശ്ര അടിയിലുള്ള ബഹുനില കെട്ടിടം 8 കോടി രൂപയാണ് പ്രാഥമികമായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. 22 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി കലാമണ്ഡലം സന്ദർശിക്കുന്നത്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകൻ K. ബാലകൃഷ്ണനെ തേടിയെത്തിയത് സംസ്ഥാന അധ്യാപക അവാർഡ്. ചൊവ്വാഴ്ച
ഉച്ചകഴിഞ്ഞാണ് ബാലകൃഷ്ണന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത്. കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് ബാലകൃഷ്ണൻ. 33 വർഷത്തെ മികച്ച അധ്യാപനത്തിനുള്ള അംഗീകാരമായാണ് ബാലകൃഷ്ണന് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചത്. തികച്ചും ഒരു അധ്യാപക കുടുംബത്തിലെ അംഗം കൂടിയാണ് ഇദ്ദേഹം. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മകൾ എന്നിവരെല്ലാം അധ്യാപകരാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സജീവമായ പങ്കാളിത്തമാണ് ഈ അധ്യാപകന്റേത്. പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ആകർഷണീയവും മികവുള്ള അധ്യാപകരെ കൊണ്ട് നിറഞ്ഞതുമാകുമെന്ന് ഈ മാതൃകാ അധ്യാപകൻ പ്രതീക്ഷിക്കുന്നു. അധ്യാപക അവാർഡ് കിട്ടാൻ അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും ഈ 33 വർഷത്തെ ശിഷ്യന്മാരുടെ ഒരു പഠനകാലത്തിന് ശേഷം വീണ്ടും പലപ്പോഴായി പലയിടങ്ങളിലായി കാണുമ്പോൾ അവർ കാണിക്കുന്ന സ്നേഹ വായ്പ, ബഹുമാനം, ഇവ എനിക്ക് വീണ്ടും ഉന്മേഷവും ഉത്സാഹവും തരുന്നതാണ്. എൻ്റെ അന്നത്തെ കാലത്ത് പഠിക്കുന്ന കാലത്തെ അധ്യാപന ശൈലി അത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് പിന്നീട് കാണുന്ന സൗഹൃദ സംഭാഷണങ്ങളിൽ അവർ വെളിപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നു. എൻ്റെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും PTA തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ഈ അവാർഡ് ഈ 20 അധ്യാപക അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേർ സന്തോഷിച്ച് എന്നെ വിളിക്കുകയുണ്ടായി. സൗഹൃദ സമീപനത്തോടെയുള്ള അധ്യാപന രീതിയാണ് ബാലകൃഷ്ണൻ എന്ന അധ്യാപകനെ കുട്ടികൾക്കേറെ പ്രിയങ്കരനാക്കുന്നത്. റിട്ടയർമെന്റ് പ്രായം 56 വയസ്സാക്കിയപ്പോൾ ഈ അധ്യാപകന്റെ സേവനം ഒരു വർഷം കൂടി കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. മിതഭാഷിയും കർമ്മോത്സുകനുമായ ബാലകൃഷ്ണന് ലഭിച്ച ഈ അംഗീകാരം അദ്ദേഹത്തിന്റെ സേവനത്തിനുള്ള അംഗീകാരമാണെന്നതിൽ സംശയവുമില്ല. ശ്രീകൃഷ്ണപുരം ചന്തപുരയിൽ ശ്രീലക്ഷ്മി വീട്ടിലാണ് ബാലകൃഷ്ണൻ താമസിക്കുന്നത്. കോടയംകുറിശി ഉണ്ണിമേനോന്റെയും കുറ്റിപ്പുറം സരോജിനി അമ്മയുടെയും 4 മക്കളിൽ ഒരാളാണ് ബാലകൃഷ്ണൻ. ഭാര്യ അനിതയും മക്കളായ ചാന്ദിനിയും നവീനും ബാലകൃഷ്ണനുണ്ട്. ചെർപ്പളശ്ശേരിക്കടുത്ത് നെല്ലായ മഞ്ചക്കല്ലിൽ കുന്നിടിച്ച് നിരത്തുന്നതിന് എതിരെ പ്രതിഷേധം ശക്തമായി. കുന്നിടിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ മഞ്ചക്കല്ലിൽ മാർച്ച് നടത്തി. ചെർപ്പളശ്ശേരി നെല്ലായ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയായ മഞ്ചക്കല്ലിൽ നെല്ലായ വില്ലേജിൽപ്പെട്ട 6.5 ഏക്കർ സ്ഥലത്തെ കുന്നാണ് ഇടിച്ചു നിരത്തൽ ആരംഭിച്ചിരിക്കുന്നത്. കുന്നിടിക്കുന്നത് സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുമെന്നും മാഫിയകളുടെ പ്രവർത്തനം നിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ചൊവ്വാഴ്ച മഞ്ചക്കൽ കുന്നിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CPM ഏരിയ സെക്രട്ടറി KB സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. നിരപ്പാക്കാൻ JCB കൊണ്ടുവന്നാൽ ആ JCB ഓടിക്കുന്ന ഡ്രൈവറെയും അതുപോലെ തന്നെ സ്ഥലമുടമയെയും വഴിയിൽ കണ്ട ആളുകളെയും ഒക്കെ കേസിൽ കൊടുക്കുന്ന പോലീസാണ് നമ്മുടെ രാജ്യത്ത്. എന്നാൽ ഇപ്പോൾ വളരെ പരസ്യമായി ഈ റോഡിന്റെ വട്ടത്ത ഏക്കർ കണക്കിന് സ്ഥലം ഒരു വാഹനമല്ല നിരവധി വാഹനങ്ങൾ ഉപയോഗിച്ച് മാസങ്ങളായി ഈ കുന്നിടിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ വില്ലേജ് ഓഫീസറുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസുകാരുണ്ട്, ഇവർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ സംഭവം തെളിയിക്കുന്നത് UDF ഭരിക്കുമ്പോൾ പണമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നാണ്. വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ട നമ്മുടെ പരിസ്ഥിതിയെ തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ വിനോദ് കുമാർ പറഞ്ഞു. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതിൽ ഒന്നാം പ്രതി ഗവൺമെന്റും ഗവൺമെന്റ് സംവിധാനങ്ങളുമാണ്. ഇത്തരത്തിലുള്ള നഗ്നമായ കയ്യേറ്റം, ചൂഷണം ഇവിടെ നടക്കുമ്പോൾ നിയമപ്രകാരം അത് തടയാൻ ബാധ്യതപ്പെട്ട സംവിധാനങ്ങൾ അത് തടയുന്നതിനു വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സംഭവത്തിൽ അധികൃതർ ശക്തമായ നടപടിയെടുത്തെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ഡിവൈഎഫ്ഐ ചെർപ്പശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി M സിജു അറിയിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളായ നാരായണൻകുട്ടി, K സുരേഷ്, സലാം, M ഷാജു, CPM ഏരിയ കമ്മിറ്റി അംഗം N ജനാർദ്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുന്നിടിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഒറ്റപ്പാലം തഹസിൽദാർ നെല്ലായ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു.
പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ നന്മ സ്റ്റോർ ഇനിയും പ്രവർത്തനം ആരംഭിച്ചില്ല. ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നൽകിയ കെട്ടിടത്തിൽ കൺസ്യൂമർ ഫെഡ് 2 മാസങ്ങൾക്ക് മുൻപ് നിത്യോപയോഗ സാധനങ്ങൾ ഇറക്കിയിരുന്നെങ്കിലും നിലവിൽ അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഗ്രാമപഞ്ചായത്തോ കൺസ്യൂമർ ഫെഡോ നടപടി എടുക്കുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങാനിരുന്ന നന്മ സ്റ്റോർ കൺസ്യൂമർ ഫെഡിന്റെ ഉദ്യോഗസ്ഥനുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കാനായില്ല. സ്റ്റോറിൽ തൊഴിലാളികളെ നിയമിക്കുന്നത് സംബന്ധിച്ചാണ് ഗ്രാമപഞ്ചായത്തും കൺസ്യൂമർ ഫെഡും ഇടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 9-നാണ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച നോട്ടീസും അടിച്ചിറക്കിയിരുന്നു. കൺസ്യൂമർ ഫെഡ് സ്റ്റോറിലേക്ക് ആവശ്യമായ സാധനങ്ങളും ഇറക്കിയിരുന്നു. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരെ നിയമിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ താൽപര്യം മാനിക്കാതെയാണെന്ന വിമർശനവും ഉയർന്നിരുന്നു. ഇതു സംബന്ധിച്ച് ഉദ്യോഗസ്ഥനും ഗ്രാമപഞ്ചായത്തും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം വരെ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. കൺസ്യൂമർ ഫെഡ് ഇറക്കിയ ഏകദേശം 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മുറിക്കകത്ത് പൂത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. 2 മാസങ്ങൾ പിന്നിട്ടിട്ടും നന്മ സ്റ്റോർ തുറക്കാനുള്ള നടപടി ഇരു വിഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. മറ്റെല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്റ്റോറുകൾ ആരംഭിച്ചപ്പോൾ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് സ്വകാര്യ വിപണിയെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയിലുമാണ്. ഇതിനിടെ ഒറ്റപ്പാലം താലൂക്ക് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മറ്റൊരു നന്മ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചതും ശ്രദ്ധേയമാണ്. സ്റ്റോർ തുറക്കാത്തതിൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുമുണ്ട്. എന്നാൽ നന്മ സ്റ്റോർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്ന് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഷീലാദേവി ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. നന്മ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കാത്തതിനെതിരെ കൺസ്യൂമർ ഫെഡിന്റെ ജില്ലാ ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും MLA മുഖാന്തരം നന്മ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രാമപഞ്ചായത്തെന്നും AK ഷീലാദേവി പറഞ്ഞു. സ്ഥലം സൗജന്യമായി അനുവദിച്ചിട്ടുണ്ട്. അതിലാവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ, സാധനങ്ങളൊക്കെ തന്നെ കൺസ്യൂമർ ഫെഡ് മുഖേന അവിടെ ഇറക്കിയതാണ്. ഉദ്ഘാടനം വരെ തീരുമാനിച്ചതാണ്. പക്ഷേ ഈ വിലക്കയറ്റം ഇത്രയും അധികമുള്ള സാഹചര്യത്തിൽ നന്മ സ്റ്റോർ തുറക്കാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1 മാസത്തിലേറെയായി സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഇരിക്കുകയാണ്. അത് പൂത്തുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നാട്ടിൽ ഇത്രയും അധികം വിലക്കയറ്റം ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൺസ്യൂമർ ഫെഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ ജനങ്ങളും ആകെ ആഗ്രഹിക്കുന്നത് നന്മ സ്റ്റോഴ്സ് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ KP ഷാഹിദിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ബുധനാഴ്ച ചർച്ചയ്ക്കെടുക്കും. യൂത്ത് കോൺഗ്രസ് പാലക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ് KP ഷാഹിദ്. ഓങ്ങല്ലൂരിൽ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന അസ്വാരസ്യങ്ങളാണ് വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിലൂടെ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മുന്നണി ധാരണപ്രകാരമുള്ള പ്രസിഡന്റ് മാറ്റത്തിൽ 2 അംഗങ്ങൾ കൂറുമാറിയതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണം UDF-ന് നഷ്ടമായിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട അഭിപ്രായ ഭിന്നതകളാണ് വൈസ് പ്രസിഡന്റിന്റെ അവിശ്വാസത്തിൽ എത്തി നിൽക്കുന്നത്. UDF-ലെ മുന്നണി ധാരണപ്രകാരം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ KP ഷാഹിദിനോട് രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഷാഹിദ് ഇത് നിരസിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിലവിൽ 22 വാർഡുകളുള്ള ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് വിമതരാണ് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ KP ഷാഹിദിനെ പുറത്താക്കാൻ UDF-ന് കഴിഞ്ഞേക്കില്ല. ഈ സാഹചര്യത്തിൽ CPM-ന്റെയും കോൺഗ്രസിൽ നിന്നും കൂറുമാറിയ മെമ്പർമാരുടെയും നിലപാടുകൾ നിർണായകമാവും. ഇവരുടെ പിന്തുണയോടെ KP ഷാഹിദ് വൈസ് പ്രസിഡന്റായി തുടരാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പാർട്ടി നടപടിയും KP ഷാഹിദിന് നേരിടേണ്ടി വരും. നിലവിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് പാർലമെന്ററി മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ് KP ഷാഹിദ്. ബുധനാഴ്ച രാവിലെ 11 മണിക്കാണ് അവിശ്വാസ പ്രമേയ ചർച്ച. ചെർപ്പളശ്ശേരിയിലെ പ്രമുഖ വ്യാപാരി KTN ബാലകൃഷ്ണൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ചൊവ്വാഴ്ചയാണ് മരണം സംഭവിച്ചത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ചെറുപ്പശ്ശേരി KTN മെഡിക്കൽസ്, ചളവറയിലെ KTN കോളേജ് ഓഫ് ഫാർമസി എന്നിവയുടെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു KTN ബാലകൃഷ്ണൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ്, NSS കരയോഗം ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ്, AKDCA പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ചെറുപ്പശ്ശേരിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രാത്രി ചളവറയിലെ പന്തലിങ്കൽ തറവാട്ട് വീട്ടിൽ സംസ്കാരം നടത്തി. കുഞ്ഞലക്ഷ്മിയാണ് ഭാര്യ. പ്രേംകൃഷ്ണൻ, പ്രിയ എന്നിവർ മക്കളാണ്. അലനല്ലൂരിന്റെ സമഗ്ര വികസന പദ്ധതികളിൽ ഒന്നായ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. ഉദ്ഘാടനം ഉടൻ ഉണ്ടാവും. രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ കാരണം പലതവണ നിർമ്മാണ പ്രവൃത്തികൾ പ്രതിസന്ധിയിലായ ബസ് സ്റ്റാൻഡാണ് ഇത്. കോൺഗ്രസ്, മാർക്സിസ്റ്റ്, മുസ്ലിം ലീഗ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ച അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 3 രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോഴും ബസ് സ്റ്റാൻഡിന്റെ ആരംഭത്തിനും സ്ഥലമെടുക്കുന്നതിനും തുടർന്നുള്ള നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിനുമെല്ലാം തീവ്രശ്രമമാണ്
ഇവരെല്ലാം നടത്തിയിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗിനകത്തുണ്ടായ അസ്വാരസ്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ച ഘട്ടങ്ങളിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തും പുറത്തും ചർച്ചയായെങ്കിലും അതെല്ലാം രമ്യതയിൽ പറഞ്ഞവസാനിപ്പിച്ച് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രിയുടെ ഒഴിവിന് കാത്തിരിക്കുകയാണ് ഭരണസമിതി. അലനല്ലൂർ നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന ബസ് സ്റ്റാൻഡിന്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. അടുത്തയിടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഡേറ്റും കാത്താണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഇനി പാലക്കാടേക്ക് മുഖ്യമന്ത്രി വരുന്ന ഒരു ഡേറ്റ് തരാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഇതിനനുസരിച്ച് ഭരണസമിതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാർട്ടി പ്രതിനിധി പ്രസിഡന്റാവുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടത്തണമെന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെ പിടിവാശിയാണ് അസ്വാരസ്യങ്ങൾക്ക് കാരണമായത്. എന്തായാലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഉദ്ഘാടനത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് ഭരണസമിതിയും ജനങ്ങളും. എമർജിംഗ് കേരള വികസനത്തിനല്ല വിനാശത്തിനാണ് എന്ന മുദ്രാവാക്യവുമായി CPIML-ന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ ജനകീയ കൺവെൻഷൻ നടന്നു. CPIML പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ PJ ജെയിംസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതികൾ വ്യക്തമാക്കാതെയുള്ള എമർജിംഗ് കേരളയിലെ പദ്ധതികൾ കേരളത്തിൽ കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് പെരിന്തൽമണ്ണയിൽ CPIML സംഘടിപ്പിച്ച കൺവെൻഷനിൽ അഭിപ്രായപ്പെട്ടു. CPIML പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ PJ ജെയിംസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എന്തായി സംഭവം എന്ന് ചോദിച്ചാൽ ഇതൊരു മാമാങ്കം, ഒരു മേളയാണ്, ഒരു മാമാങ്കം. അപ്പൊ അതിനെ സംബന്ധിച്ചിപ്പോ ഈ മൂർത്തമായി ഫലപ്രദമായി എന്തൊക്കെയാണ് വരാൻ കഴിയുന്നത് നമ്മൾ കാത്തിരിക്കേണ്ടി. പക്ഷെ പറഞ്ഞ് കേൾക്കുന്നതൊക്കെ തന്നെ വളരെ ഭയാനകവും പ്രമാണവുമായി കേരളത്തെ നാശത്തിലേക്ക് നയിക്കുന്ന എമർജിംഗ് കേരളയ്ക്കെതിരെ CPM, CPI, BJP പാർട്ടികൾ മൗനം പാലിക്കുകയാണെന്ന് PJ ജെയിംസ് കുറ്റപ്പെടുത്തി. ഡോക്ടർ പ്രഭാകരൻ, രാജേഷ് അപ്പാട്ട്, PK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. SYS പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ഖുർആൻ ഹിഫ്ൾ ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കുന്ന 3 വർഷത്തെ പഠനമാണ് ഖുർആൻ ഹിഫ്ള് കോഴ്സ്. സെപ്റ്റംബർ 10-ന് 11 വയസ്സ് കവിയാത്ത ആൺകുട്ടികൾക്ക് ഹിഫ്ള് കോളേജിൽ പ്രവേശനം നൽകും. പഠിതാക്കൾക്ക് പഠനം, താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായിരിക്കുമെന്ന് SYS പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഖുർആൻ ഹിഫ്ള് കോളേജ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പ്രഭാഷകൻ ഹാഫിദ് അഹമ്മദ് കബീർ ബാഗവി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ K സൈദുട്ടി ഹാജി, സിദ്ദീഖ് ഫൈസി അമ്മിനിക്കാട്, MT കുഞ്ഞുട്ടി ഹാജി, നാലകത്ത് റസാഖ് ഫൈസി, NTC മജീദ്, PA അസീസ്, PT സിദ്ദീഖ് എന്നിവർ പങ്കെടുത്തു. കുളപ്പുള്ളി അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ബാച്ചിന്റെ പ്രവേശനം ആരംഭിച്ചു. പ്രവേശനോദ്ഘാടനം ചൊവ്വാഴ്ച വൈസ് ചെയർമാൻ പ്രൊഫസർ അഹമ്മദ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ബാബു പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ കൃഷ്ണകുമാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃദ്ധരായവർക്ക് സൗജന്യ ഔഷധ വിതരണം സംഘടിപ്പിച്ചു. കാട്ടുകുളം ആയുർവേദ ആശുപത്രിയിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഷീലാദേവി നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P അംബുജാക്ഷി അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ, രാജഗോപാലൻ, ഷീല, ഡോക്ടർ മോഹൻ, മായ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന MSF സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം MSF താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. ഒളിമ്പ്യൻ KT ഇർഫാൻ മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 15, 16 തീയതികളിൽ തിരുവനന്തപുരത്താണ് MSF സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പഞ്ചായത്ത് MSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിങ്കലത്താണി മുതൽ അമ്മിണിക്കാട് വരെയാണ് മിനി മാരത്തൺ നടന്നത്. കരിങ്കലത്താണിയിൽ ഒളിമ്പ്യൻ KT ഇർഫാൻ മിനി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. MSF ജില്ലാ പ്രസിഡന്റ് NA കരീം മുഖ്യപ്രഭാഷണവും നടത്തി. PT സിദ്ദീഖ് MSF താഴേക്കോട് കമ്മിറ്റിയുടെ ഉപഹാരം KT ഇർഫാന് സമ്മാനിച്ചു. MSF പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ തങ്ങൾ, സെക്രട്ടറി AP മുനീർ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK നാസർ, N ഹാഷിം, നൌഷാദ്, ഇബ്രാഹിം പഴയതുടി, അബ്ബാസ് നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പറഞ്ഞു, സിദ്ധാന്തങ്ങളിൽ തന്നെ പറഞ്ഞു, ഈ നാട്ടിൽ
കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നിട്ടില്ല, ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. എല്ലാവരും ഇത് വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നത്. എന്താ വെച്ചാൽ ഇതുവരെ ഞാനൊരു പേഴ്സണലി ഫ്ലാഗ് ഔട്ട് ചെയ്തിട്ടില്ല. സിറ്റി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ സിറ്റി ഡിജിറ്റൽ സ്റ്റുഡിയോയും വിവരസാങ്കേതിക വിദ്യയിലെ പുതിയ ചുവടുവയ്പുമായി ബ്ലാക്ക് കമ്പ്യൂട്ടേഴ്സും പ്രവർത്തനം ആരംഭിച്ചു. ഒളിമ്പ്യൻ ഇർഫാൻ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫോട്ടോ വീഡിയോഗ്രാഫി രംഗത്തെ 1.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യമുള്ള സിറ്റി ഗ്രൂപ്പിന്റെ സിറ്റി ഡിജിറ്റൽ സ്റ്റുഡിയോയും വിവരസാങ്കേതിക വിദ്യയിൽ നൂതന സംവിധാനങ്ങളുമായി ബ്ലാക്ക് ലാബ്സ് കമ്പ്യൂട്ടേഴ്സും തിങ്കളാഴ്ചയാണ് കരിങ്കല്ലത്തണിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ലണ്ടൻ ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഒളിമ്പ്യൻ ഇർഫാൻ സിറ്റി ഡിജിറ്റൽ സ്റ്റുഡിയോയും ബ്ലാക്ക് ലാബ് കമ്പ്യൂട്ടേഴ്സും ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK നാസർ, കരിങ്കല്ലത്താണി വ്യാപാരി വ്യവസായ യൂണിറ്റ് ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സിറ്റി ഗ്രൂപ്പിന്റെ 7ാമത് സംരംഭമാണ് കരിങ്കല്ലത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചുങ്കം, പട്ടിക്കാട്, അലനല്ലൂർ, താഴേക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ സിറ്റി ഗ്രൂപ്പിന്റെ ഡിജിറ്റൽ സ്റ്റുഡിയോകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ കരിങ്കല്ലത്താണിയിലെ നൂതന കാൽവെപ്പാണ് ബ്ലാക്ക് ലാബ് കമ്പ്യൂട്ടേഴ്സും. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളുടെ വിൽപ്പനയ്ക്ക് പുറമെ ഇവയുടെ സർവീസിനുള്ള സൗകര്യവും ബ്ലാക്ക് ലാബിൽ ഉണ്ട്. ഇവ കൂടാതെ പ്രമുഖ കമ്പനികളുടെ CCTV, കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റുകളും ബ്ലാക്ക് ലാബ് കമ്പ്യൂട്ടേഴ്സിനുണ്ട്. സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ചെർപ്പളശ്ശേരിയിൽ ചെൽസി സ്പോർട്സ് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ ചെൽസി സ്പോർട്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ കാരുണ്യ ആശുപത്രിക്ക് എതിർവശത്താണ് ചെൽസി സ്പോർട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവിധ സ്പോർട്സ് ഉപകരണങ്ങൾക്ക് പുറമെ വിവിധ കായിക മത്സരങ്ങൾക്കുള്ള ജേഴ്സി, ട്രോഫികൾ തുടങ്ങിയവയും ചെൽസി സ്പോർട്സിൽ ഒരുക്കിയിട്ടുണ്ട്. ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, ജൂനിയർ വേൾഡ് കപ്പ് താരങ്ങളായ എറിക്, ഫ്രാൻസിസ്, ചെർപ്പളശ്ശേരിയിലെ പ്രമുഖ വ്യാപാരി അലൈൻ മണി തുടങ്ങിയവർ ചെൽസി സ്പോർട്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നായർ ഈഴവരുടെ സഖ്യത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാനാകില്ലെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. അസാമിലേത് വർഗീയ ലഹളയല്ല, വംശീയ കലാപമാണെന്നും ഫസൽ ഗഫൂർ. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്കഴിക്കാൻ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം കൂടുതൽ സങ്കീർണതയിലേക്ക്. നടപ്പിലാക്കിയ പരിഷ്കരണം പൂർണ്ണമായും പൊളിച്ചെഴുതാൻ നഗരസഭ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി ഈ മാസം 12-ന് കേരള കലാമണ്ഡലത്തിൽ എത്തുന്നു. ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. ഗ്രാമപഞ്ചായത്ത് സ്ഥലം നൽകിയിട്ടും പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ നന്മ സ്റ്റോർ ആരംഭിച്ചില്ല. നന്മ സ്റ്റോറിലേക്ക് കൊണ്ടുവന്ന നിത്യോപയോഗ സാധനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ K ബാലകൃഷ്ണന് മികച്ച അധ്യാപകനുള്ള അവാർഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.